عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിദീന ബിർലല്ലാഹ്. മോചനത്തിൻ്റെ രാവ്. ഇതാണല്ലോ ലൈലത്തുൽ ബറാഅ. വിശുദ്ധ ശഅബാൻ 14-ാം ദിനം അസ്തമിച്ച് 15-ാം രാവ്. മഹത്വത്തിൻ്റെ, ശ്രേഷ്ഠതയുടെ പുണ്യരാവായി പൂർവികന്മാരൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ബറാഅത്ത് എന്ന നാമം ഉപയോഗിച്ചിരുന്നു. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രാവിനെ ബറാഅത്ത് രാവ് എന്ന് ഉപയോഗിച്ചതായി ഇക്രിമ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ഈ രാവിലേക്ക് സൂചന നൽകുന്നത് ശ്രദ്ധേയമാണല്ലോ. ഹമീം അൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. സൂറത്തു ദുഖാനിൻ്റെ ആദ്യ സൂക്തം. അനുഗ്രഹീതമായ രാത്രിയാണ് വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചത്. എന്നിട്ട് ആ രാത്രിയെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം. യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും ഈ രാത്രിയിലാണ് വിഭജിക്കപ്പെടുന്നത്, തീരുമാനിക്കപ്പെടുന്നത്. അതെ, ഒരു ആളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വർഷം, ഒരു ശഅബാൻ മുതൽ മറ്റു ശഅബാൻ വരെയുള്ള കാര്യങ്ങൾ ഈ രാത്രിയിൽ തീരുമാനിക്കപ്പെടുന്നു. ബന്ധപ്പെട്ട മലക്കുകൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്നു എന്ന് തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ശഅബാൻ്റെ ഈ 14-ാം രാവ് അഥവാ ബറാഅത്ത് രാവ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ദുആകളാൽ, പ്രാർത്ഥനകളാൽ, ആരാധനകളാൽ സജീവമാക്കിയ ചരിത്രവും നമുക്ക് ധാരാളം വചനങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ലൈലത്തുൽ മുബാറക, ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ സഖ്, ലൈലത്തുൽ ഖദ്ർ എന്നിങ്ങനെ പേരുകളൊക്കെ ഇതിനുള്ളതായി ഖുർത്തുബി വിശദീകരിക്കുന്നുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങളുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹദി അവർ പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ സമീപിച്ചു പറഞ്ഞു, ഇത് ശഅബാൻ പകുതിയുടെ രാവാണ്. കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണം കണക്കാക്കി ആളുകൾ ഈ രാത്രിയിൽ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ബൈഹഖിയുടെ നിവേദനമാണ്. കൽബ് ഗോത്രം എന്ന് പറയുമ്പോൾ മുല്ല അരിയുൽ ഖാരി വിശദീകരിക്കുന്നുണ്ട്. അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്നവർ അവിടെ. ഈ രാവ് ധാരാളം ആളുകൾക്ക് മോചനം നൽകുന്നു അല്ലാഹു എന്നതാണല്ലോ ഇതിലുള്ളത്. തബറാനിയും ഈ രാത്രിയുടെ പ്രാധാന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ അലി റളിയല്ലാഹുവിൻ്റെ ഒരു നിവേദനം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ കാനത് ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹ. ശഅബാൻ്റെ പകുതി രാത്രിയാകുമ്പോൾ രാത്രി നിങ്ങൾ സജീവമാക്കണം നിസ്കാരങ്ങളാൽ. വസൂമു നഹാറഹ, പകൽ വ്രതമെടുക്കണം ശഅബാൻ 15. ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ പ്രാധാന്യം പറയുകയാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അലാ മുസ്തഗ്ഫിരിൻ്റെ, എന്നോട് പൊറുക്കലിനെ തേടുന്ന ആരുമില്ലേ? ഫഅഫുൽഹു, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാൻ ഒരുക്കമാണ്. അലാ മുസ്തർസിഖിൻ ഫഅർസുഖുഹു, എന്നോട് ഭക്ഷണം തേടുന്നവർ ആരാണ്? ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കും. അലാ മുബ്തലൻ ഫഅആഫിഹു, പരീക്ഷണ ബുദ്ധിമുട്ടിലുമൊക്കെ ഉള്ളവരാരാണ്? ഞാൻ അവർക്ക് സൗഖ്യം നൽകും. അള്ളാഹു ഇത് പറയും അത്രേ. നമുക്ക് ആയിഷ മഹദി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു കാര്യത്തിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എണീക്കുകയാണ്, നിസ്കരിക്കുന്നു. ഫഅതാല സുജൂദ, സുജൂദ് ധാരാളം പ്രവാചകൻ ദീർഘിപ്പിക്കുകയാണ്. എത്രത്തോളം? ഹത്താ ളൻതു അന്നഹു ഖദ് ഖുബിള, പ്രവാചകൻ ഇങ്ങനെ സുജൂദിൽ കിടക്കുന്നത് കണ്ടപ്പോൾ, ദീർഘമായി കണ്ടപ്പോൾ അവിടുത്തെ ആത്മാവെങ്ങാനും പിടിക്കപ്പെട്ടുപോയോ എന്ന് ഞാൻ ധരിച്ചുപോയി. അങ്ങനെ ഞാൻ എൻ്റെ വിരലുകൊണ്ട് ഒന്ന് പ്രവാചകൻ്റെ നനയ്ക്കുമ്പോൾ അത് ചലിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിന് എണീറ്റുകൊണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോദിച്ചു, യാ ആയിഷ, എന്താണ് പ്രവാചകൻ
അങ്ങയെ വഞ്ചിച്ചു എന്നെങ്ങാനും കരുതിയോ? അള്ളാഹിൻ്റെ പ്രവാചകരെ, അതല്ല. വലാക്കിൻ വലന്തു അന്നക്ക കുബിർത്ത, അങ്ങയുടെ ആത്മാവെങ്ങാനും പിടിക്കപ്പെട്ടുവോ എന്ന് ധരിച്ചു പോയില്ലേ തോലി സുജൂദിക്ക്, സുജൂദിൻ്റെ ദീർഘം കണ്ടപ്പോൾ. ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അത്തദ്രീന അയ്യു ലൈലത്തിൻ ഹദി, ആയിഷ, ഈ രാത്രി ഏതാണെന്നറിയുമോ? ആയിഷ ബി പറഞ്ഞു, അല്ലാഹു റസൂലു അഅലം. അപ്പോൾ നബി തങ്ങൾ മറുപടി പറഞ്ഞു, ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ നിന്നുള്ള പകുതിയാമത്തെ രാത്രിയാണ്. അല്ലാഹു തആല അവതരിക്കും ഫീ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതി രാത്രിയിൽ. എന്നിട്ട് ഫയഗ്ഫിർ മുസ്തഗ്ഫിരീൻ, പൊറുക്കൻ തേടുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. യർഹമു മുസ്തർഹിമീൻ, റഹ്മത്ത് തേടുന്നവർക്ക് അല്ലാഹു റഹ്മത്ത് കൊടുക്കും. വയുഅഖിറു അഹ്ലൽ ഹിഖ്ദി, പോരും വാശിയും വൈരാഗ്യം പിണക്കമൊക്കെ നടക്കുന്നവരെ അല്ലാഹു അങ്ങനെ അങ്ങ് വിട്ടേക്കും എന്ന് ആയിഷ മഹ്ദി പറയുന്ന ഹദീസ് കൂടി ഇവിടെ സാന്ദർഭികമായി ഒന്നോർക്കുക. ഇബ്നു മാജ പോലുള്ളവർക്ക് ഉദ്ധരിക്കുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ കാനത ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പാതിരി രാത്രി, ഫഖൂമു ലൈലഹ, രാത്രി നിങ്ങൾ നിസ്കരിക്കണം. സജീവമാ വസൂമു നഹാറഹ, പകൽ നോമ്പ് നോക്കുക പറയുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധമായ ഹദീസുകൾ, നബി വചനങ്ങൾ, നബി തങ്ങളുടെ മാതൃകകൾ, അതുപോലെ പൂർവികന്മാർ ആയ മഹത്തുക്കളുടെ ജീവിത നടപടിക്രമങ്ങൾ നമ്മൾ മാതൃകയാക്കി കണ്ടുകൊണ്ട് ഈ ദിനത്തെ, ഈ രാവിനെ അലസമായി അശ്രദ്ധമായി വിട്ടുകളയേണ്ടതല്ല. 3 യാസീൻ, ദുഹാൻ എന്നിവ ഓതൽ ശ്രദ്ധയിലുണ്ടാകട്ടെ. സൂറത്ത് ദുഹാൻ സൂറത്ത് ബറാത്തിൻ്റെ രാവിലും ഓതാം, മറ്റ് എല്ലാ രാത്രികളിലും മറ്റെല്ലാ ദിനങ്ങളിലും പതിവാക്കേണ്ട സൂറത്തുകൾ, തബാറക്ക പോലുള്ള സൂറത്തുകൾ, വാഖിയ പോലുള്ള സൂറത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഫത്തുൽ മീനിൽ കാണാം ദുഹാൻ സൂറത്തും പതിവാക്കൽ സുന്നത്താണ്. ദുഹാനിൻ്റെയും യാസീനിൻ്റെയും ഒക്കെ പ്രത്യേകത ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. 3 യാസീനുകൾ ഓതുക എന്നത് പൂർവ്വസൂരികളുടെ മാതൃക കൂടിയാണ്. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ മനസ്സിലെ ലക്ഷ്യം ആയുസ്സിൽ ബറക്കത്താണല്ലോ. വസ്അലുല്ലാഹു തആല അൽ ബറക ഫിൽ ഉംരി. സുമ്മ ഫിസ്സാനിയ, രണ്ടാമത്തെ യാസീൻ അൽ ബറക്കത്ത ഫി റിസ്ഖി, ഭക്ഷണത്തിൽ, ജീവിത വിഭവങ്ങളിൽ അനുഗ്രഹം ബറക്കത്തുണ്ടാകുക. സുമ്മ ഫിസ്സാലിസത്തി ഹുസ്നുൽ ഖാത്തിമ, മൂന്നാമത്തെ യാസീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തേടേണ്ടത് അന്ത്യം നന്നായി മരിക്കുക, ഹുസ്നുൽ ഖാത്തിമത്ത്, ഇതായിരിക്കണം ലക്ഷ്യം. ഏതായാലും ഈ പുണ്യ ബറാഅത്ത് ദിനങ്ങൾ നമ്മൾ അശ്രദ്ധമായി വിടേണ്ടതല്ല, ശ്രദ്ധിക്കാതെ സമയത്തെ പാഴാക്കേണ്ടതല്ല. പിന്നെയോ ആരാധനകളാൽ, സുഹൃത്തുക്കളാൽ സജീവമാക്കണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശിർക്ക് ചെയ്യുന്നവനും കുഴപ്പക്കാരനുമല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും ശഅബാൻ പകുതിയുടെ രാവിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പാപമോചനവും ലഭിക്കുന്നതാണ്. തബറാനിയുടെ ഉദ്ധരണിയാണ്. വേറെ ചില ഉദ്ധരണികളിൽ പലിശ ഭക്ഷിക്കാത്തവൻ, കുടുംബബന്ധം മുറിക്കാത്തവൻ, സിഹ്ർ ചെയ്യാത്തവർ എന്നൊക്കെയുണ്ട്. അപ്പോൾ ബറാഅത്തിൻ്റെ പുണ്യങ്ങൾ വിശ്വാസികൾക്ക് അല്ലാഹു ധാരാളമായി ഈ ദിനത്തിൽ വാരിക്കോരി തരികയാണ്. പറഞ്ഞല്ലോ, ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഗണ്യതമായി തീരുമാനിക്കപ്പെടുന്ന ബറാഅത്ത് രാവ്. നമ്മൾക്ക് ഭക്ഷണ വിശാലത വേണം, ആയുസ്സിൽ ദൈർഘ്യമുണ്ടാകണം, ഇബാദത്തുകൾക്ക് ശക്തി ഉണ്ടാകണം, കുടുംബബന്ധങ്ങൾ മെച്ചപ്പെടണം. ഇപ്പോൾ ഭൗതികമായി തന്നെ ധാരാളം കാര്യങ്ങൾ, ശരീരത്തിന് ആരോഗ്യം നിലനിൽക്കണം, ഇതൊക്കെ ആവശ്യമാണല്ലോ. പിന്നെ നല്ല സ്വാലിഹ്യങ്ങൾ പെട്ടുകൊണ്ട് ഈ ലോകത്ത് മരണപ്പെടാനും അവസരമുണ്ടാകണം. ഇതിനെല്ലാം നമ്മൾ അന്ന് എന്ത് വേണം? ദുആകൾ വർദ്ധിപ്പിക്കണം, ധാരാളമായി ദുആകൾ വർദ്ധിപ്പിക്കണം. സൂഫി വര്യനായ അല്ലാമ മുർത്തള സബീത്തി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, ബറാഅത്ത് രാവിനെ ആരാധനകൾ കൊണ്ട് സജീവമാക്കുക എന്നത് മുൻകഴിഞ്ഞ മഹത്തുക്കളുടെ മാതൃകയാണ്. അന്ന് യാസീൻ പാരായണം ചെയ്യുകയും ദുആകൾ നടത്തുകയും ഒക്കെ വേണം. ഒന്നാമത്തെ യാസീൻ ഓതി ആയുസ്സിൽ ബർക്കത്ത് ചോദിക്കുക, രണ്ടാമത്തെ യാസീൻ ഓതി ഉപജീവന മാർഗങ്ങളിലെ ബർക്കത്ത് ചോദിക്കുക,
മൂന്നാമത്തെ യാസീൻ ഓതി ജീവിതാന്ത്യം അവസാനം നന്നാകാൻ വേണ്ടി ദുആ ചെയ്യുക. ഇത്ഹാഫിൽ രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നന്മകൾ വർദ്ധിപ്പിക്കാനാണ് ഇത്തരം ഇപ്പം ബറാത്ത് രാവ് അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ പോലെയുള്ളത്. അതുപോലെ 4 പുണ്യമാസങ്ങൾ തന്നു. വിശുദ്ധ റമളാനാണെങ്കിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്ത് നന്മയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി അല്ലാഹു തആല അവസരങ്ങൾ നൽകുകയാണ്. അതെ, ഈ അവസരങ്ങളെല്ലാം വിശ്വാസികൾ നന്മകൾ വർദ്ധിപ്പിക്കണം എന്നതാണ് പടച്ച തമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ജനങ്ങൾ വഴികേടിലായി നരകത്തിലെ പോകണമെന്നല്ലല്ലോ അള്ളാഹുവിൻ്റെ ആഗ്രഹം. ഒരാളുടെ പടച്ചവൻ നന്മയുടെ വാതിലുകളൊക്കെ തുറന്നിട്ടിരിക്കുന്നത്, തൗബയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. അതെ, പുണ്യനിമിഷങ്ങളെ വളരെ ജാഗ്രതയോടെ ഇബാദത്തുകളാൽ നമുക്ക് സജീവമാകാം. ബറാഅത്ത് നാളിൽ കുടുംബങ്ങൾക്കൊക്കെ ഭക്ഷണ വിശാലതയും നന്മകളൊക്കെ ചെയ്തു കൊടുക്കുന്ന പതിവ് സ്വാലിഹ്യങ്ങൾക്കുണ്ട്. അത്തരം നന്മകളിലേക്കൊക്കെ ശ്രദ്ധിച്ച് ജഗന്യന്താവായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്കൊക്കെ തിരിക്കാം, ജാഗ്രത ഉള്ളവരാകാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.